Okay, in this video, we are going to discuss about the decomposition of a relation into 2NF as well as 3NF. Okay. So, ഈ question എന്ന് പറയുന്നത് we have given a relational table R which has different attributes like A, B, C, D, E, F, G, H, I, J. ഇത്രയും attributes ഉണ്ട്. Attributes in the sense ഇത്രയും columns ഉള്ള ഒരു table ആണ്. Okay. Then functional dependencies തന്നിട്ടുണ്ട്. A, B derives C, A derives D, B derives F, F derives GH, D derives I, J. Okay. ഇനി നമുക്ക് question എന്ന് പറയുന്നത് first of all you have to find out the key. Then you have to check whether the relation is in, whether the given relational table is in 2NF. 2NF അല്ല എന്നുണ്ടെങ്കിൽ 2NF ലേക്ക് ആക്കണം. അതുപോലെ എന്തെങ്കിലും 3NF-ന്റെ violations ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് 3NF ലാക്കണം. So this is the question. Okay. Question തരാം decompose into 2NF and 3NF എന്നാണ് തരുന്നത്. Okay. അപ്പൊ നമുക്ക് കീ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രമുള്ളത് ആരൊക്കെയാണ് നോക്കണം, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം വരുന്നത്. സോ യു ഹാവ് ഗിവൺ എ ബി, അപ്പൊ ഇത് ലെഫ്റ്റിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും റൈറ്റിൽ വന്നിട്ടില്ല, എ ലെഫ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ സി വരുമ്പോൾ സി ഈസ് ഓൾറെഡി ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, ഡി ഉണ്ട്, ഇ എഫ് ജി എച്ച് ഐ ജെ, ബാക്കി എല്ലാവരും റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്. സോ വി ഹാവ് ടു ചെക്ക് വെദർ എ ഓർ ബി, എ ആൻഡ് ബി മാത്രമായിട്ട്, അതായത് എ അല്ലെങ്കിൽ ബി മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് സി കിട്ടില്ല, കാരണം എ ഡിറൈവ്സ് ഡി മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. എയും ബിയും കൂടിയിട്ടാണ് സീനെ ഡിറൈവ് ചെയ്യുന്നത്. സോ യു ക്യാൻ ടേക്ക് ദ കോമ്പിനേഷൻ. എ ബിന്റെ ഒരു ക്ലോഷർ കണ്ടുപിടിക്കാം. എ ബിന്റെ ക്ലോഷർ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? എ എന്തായാലും വരും, ബി വരും, പിന്നെ എ ബി ഡിറൈവ് ചെയ്യുന്ന സി വരും, ദെൻ എ മാത്രം ഡിറൈവ് ചെയ്യുന്നത് ഡി ആൻഡ് ഡി ഉണ്ട്, അത് വരും, ദെൻ ബി ഡിറൈവ് ചെയ്യുന്ന എഫ് വരും, പിന്നെ എഫ് ഡിറൈവ് ചെയ്യുന്ന ജി എച്ച് വരും, ദെൻ ഡി ഈസ് ഓൾറെഡി ദർ, ദെൻ ഐ ജെ. ഓക്കെ. അപ്പൊ എ ബിന്റെ ക്ലോഷറിൽ നമുക്ക് എല്ലാവരുടെയും ഇതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. യൂസിങ് എ ആൻഡ് ബി വി ക്യാൻ ഡിറ്റർമിൻ ഓൾ അതർ ആട്രിബ്യൂട്ട്സ്. സോ എ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 2NF എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ അത് 2NF അല്ല. അപ്പൊ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഈ ടേബിളിന്റെ, അതായത് ഈ ഗിവൺ ആർ എന്ന് പറയുന്ന ടേബിളിന്റെ കീ പറയുന്നത് ആരാണ്? എ ബി ആണ്. അപ്പൊ എ ബി മാത്രമായിട്ട്, അതായത് എ ബിക്ക് മാത്രമേ ഒരാളെ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എ മാത്രം ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. അതേപോലെ ബി മാത്രം ഡിറൈവ് ചെയ്ത് വന്നാൽ അത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. ബാക്കി ആര് ഡിറൈവ് ചെയ്താലും പ്രശ്നമില്ല, എ ബി എന്ന് പറയുന്നത് ഒരുമിച്ച് ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കുറച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എ ബി തന്നെയാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല, നമ്മുടെ കീ തന്നെയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ മാത്രം ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ദിസ് ഇസ് എ പാർഷ്യൽ ഡിപ്പെൻഡൻസി. ബി മാത്രം ഡിറൈവ് ചെയ്യുന്നു വന്നാലും പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. അപ്പൊ ഈ എ ഡിറൈവ്സ് ഡി ഇ, ബി ഡിറൈവ്സ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വയലേഷൻ ഓഫ് 2NF, അതായത് പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് ടേബിൾ. സോ യു ഹാവ് ടു ഡീകമ്പോസ്. ഓക്കെ. അപ്പൊ അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഡീകമ്പോസ് ചെയ്യും? ആദ്യത്തെ റിലേഷണൽ ടേബിൾ R1 എന്ന് പറയുന്നതിൽ നമുക്ക് ആരിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എ ബി ഡിറൈവ് സി എന്ന് പറയുന്നതിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല, അതുകൊണ്ട് നമുക്ക് എനെ ഇൻക്ലൂഡ് ചെയ്യാം, ബി ഇൻക്ലൂഡ് ചെയ്യാം, സി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടേബിളിൽ നമ്മൾ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? എ ഡിറൈവ്സ് ഡി ഇ എന്ന് മാത്രം എടുക്കുമ്പോൾ നമുക്ക് എ ഇൻക്ലൂഡ് ചെയ്യാം, ഡി ഇൻക്ലൂഡ് ചെയ്യാം, ഇ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇതിൽ ബി ഇല്ലാത്തതുകൊണ്ട് ബി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പ്രോബ്ലം ഇല്ല. ഓക്കെ. അപ്പൊ ഇതിലത്തെ കീ എന്ന് പറയുന്നത് എ മാത്രമാണ്. അപ്പൊ എക്ക് ഡിനെ ഡിറൈവ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡി ഡിറൈവ് ചെയ്യുന്ന ഒരു ഐ ജെ ഉണ്ട് അല്ലെ? അപ്പൊ വേണമെങ്കിൽ ഈ ഐ ജെനെയും കൂടി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കോമ ING. അപ്പൊ ഇതില് ഈ ഒരു ടേബിൾ വെച്ച് നമുക്ക് രണ്ട് ഡെറിവേഷൻസ് എടുക്കാം. അതായത് ഒന്ന് എ ഡിറൈവ്സ് ഡി ഇ എന്ന് പറയുന്നതിനെ കവർ ചെയ്യും, ഇനി ഒരെണ്ണം ഡി ഡിറൈവ്സ് ഐ ജി എന്ന് പറയുന്നത് കവർ ചെയ്യും. പക്ഷെ ഇതിൽ എ ബി എന്ന് പറയുന്നത് പ്രൈമറി കീ ആയതുകൊണ്ട് ഇതിൽ അങ്ങനെ ബി ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പാർഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നില്ല. ഓക്കെ. ദെൻ R3 എന്ന് പറയുമ്പോൾ ഇനി ബാക്കി നമ്മൾ ഇനി എഴുതാത്തത് ബി ഡിറൈവ്സ് എഫ് എഴുതിയിട്ടില്ല, എഫ് ഡിറൈവ്സ് ജി എച്ച് എഴുതിയിട്ടില്ല. അപ്പൊ ബിയും എഫും കൂടി ഒരു ടേബിളിൽ ഇടാം. അപ്പൊ ബി ഡിറൈവ്സ് എച്ച് കിട്ടും, പിന്നെ ബി ഡിറൈവ്സ് എഫ് കിട്ടും, അതേപോലെ എഫ് ഡിറൈവ് ചെയ്യുന്ന ജി ആൻഡ് എച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേബിളിന്റെ പ്രൈമറി കീ എ ബി ആണ്, എ ബി തന്നെയാണ് സീനെ ഡിറൈവ് ചെയ്യുന്നത്, പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല. ഇവിടെ നമുക്ക് എ മാത്രമാണ് കീ വരുന്നത്, അപ്പൊ എ ഡിറൈവ്സ് ഡി ഇ നമുക്ക് കിട്ടും, അതുപോലെ പിന്നെ ഡി ഡിറൈവ്സ് ഐ ജിയും കിട്ടും. അപ്പോൾ അവിടെയും പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല. ഇവിടെ നമുക്ക് ബി ഡിറൈവ്സ് എഫ് എന്ന് പറയുന്നത് കിട്ടും, അതുപോലെ എഫ് ഡിറൈവ് ചെയ്യുന്ന ജി ആൻഡ് എച്ച് കിട്ടും. അപ്പൊ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ഈ മൂന്ന് ടേബിൾ വെച്ച് നമുക്ക് റീജനറേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ്
ദീസ് ഡീകമ്പോസിഷൻ ദിസ് ഡീകമ്പോസിഷൻ R1 R2 R3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എൻറ്റയർ ടേബിളിനെ ഡിവൈഡ് ചെയ്തു, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഡീകമ്പോസിഷൻ ഇസ് ഇൻ 2NF. ഓക്കെ, നൗ വി ഹാവ് ടു കൺസിഡർ ദ കൺസെപ്റ്റ് ഓഫ് 3NF. ഓക്കെ, അപ്പൊ 3ന്റെ കേസിൽ നോക്കുമ്പോൾ 3NFന്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. 3NFന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോ എന്താ പറയാ, there is no trivial dependency or transitive dependency. അപ്പൊ ഇതിൽ എന്തെങ്കിലും ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ വയലേഷൻ ഓഫ് 3NF. അപ്പൊ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് വി ഹാവ് എ റിലേഷൻ ലൈക്ക് A derives B. ഓക്കെ, ദെൻ B derives C എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു ട്രാൻസിറ്റീവ് ആണ്. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഡിറൈവ് A derives C. പക്ഷെ A ഡിറൈവ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ A derives B, B derives C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ indirectly the meaning is A can also derive C. So this is transitive dependency. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ മൂന്നാമത്തെ കണ്ടീഷൻ ഉണ്ടാവണമെന്നില്ല. A derives B കഴിഞ്ഞിട്ട് പിന്നെ B derives C വന്നു കഴിഞ്ഞാൽ അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് ഡെറിവേഷൻ അവിടെ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ട്രാൻസിറ്റീവ് റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. അതാണ് 3NF എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ R1 എന്ന് പറയുന്ന ടേബിളിൽ ആരൊക്കെയാ ഉള്ളത്? A B C മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതിനെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? AB derives C ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. AB derives C. പിന്നെ ഇതിൽ വേറെ റിലേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇതിൽ ട്രാൻസിറ്റീവ് ഇല്ല. സോ ദിസ് ഇസ് ഇൻ 3NF. ഓക്കെ, പക്ഷെ R2 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ ഏതൊക്കെ റിലേഷൻ വരും? A derives DE. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. A derives DE വരും. അതുപോലെ D വീണ്ടും എന്തിനെ ഡിറൈവ് ചെയ്യുന്നുണ്ട്? IJനെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് Aക്ക് Dനെ ഡിറൈവ് ചെയ്യാം, പിന്നെ Dക്ക് IJനെ ഡിറൈവ് ചെയ്യാം. അതിന്റെ അർത്ഥം എന്താ? Aക്ക് അപ്പൊ IJനെ ഡിറൈവ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ വന്നു. അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഇവരെല്ലാവരെയും കൂടി ഒരു ടേബിളിൽ ഇടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആരൊക്കെയായിട്ട് ആ പ്രോബ്ലം വരുന്നത്? A derives DE എഴുതി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ D derives IJ വരുന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ R2 എന്ന് പറയുന്ന ടേബിളിൽ ആരെ മാത്രം എഴുതണം? R2 എന്ന് പറയുന്ന ടേബിളിൽ എയും ഡിയും ഇയും മാത്രം എഴുതണം. അപ്പൊ നമുക്ക് ഏത് റിലേഷൻ കിട്ടും? A derives D എന്ന് പറയുന്ന റിലേഷൻ കിട്ടും. അപ്പൊ പിന്നെ D ഡിറൈവ് ചെയ്യുന്ന പ്രോബ്ലം അവിടെ ഇല്ല. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പൊ മൂന്നാമത്തെ ടേബിളിൽ നമുക്ക് ആരെയാണ് എഴുതാം? വേണമെങ്കിൽ ഇപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് R2 എന്ന് എഴുതാം. 2 എന്ന് പറയുന്ന ടേബിളല്ലേ ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്ക് ഇവിടെ R22 എന്ന് എഴുതാം. R22 എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കി അതാരൊക്കെയായിരുന്നു? D derives IJ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡിയും ഐയും ജെയും കൂടി എഴുതാം. ഓക്കെ, അപ്പൊ 2 എന്ന് പറയുന്ന ടേബിളിനെ ഫർദർ രണ്ടെണ്ണമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി 3 എന്ന് പറയുന്ന ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏതൊക്കെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്? B derives F എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. F derives GH ഉണ്ട്. അപ്പൊ വീണ്ടും ഇവിടെ ട്രാൻസിറ്റീവ് റിലേഷൻ വന്നു. B Fനെ ഡിറൈവ് ചെയ്തു, F വീണ്ടും GHനെ ഡിറൈവ് ചെയ്തു. അപ്പൊ ഈ F derives GH എന്ന് പറയുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എടുത്തു മാറ്റണം. അപ്പൊ നമുക്ക് R31 എന്ന് പറയുന്ന ടേബിളിന് ആരെയും ഇടാം? B derives F മാത്രം, അതായത് ബിയും എഫും മാത്രം ഇടാം. R32 എന്ന് പറയുന്ന റിലേഷനിലേക്ക് നമ്മൾ ആരെന്നെ കൊണ്ടുപോകണം? എഫും ജിയും എച്ചും കൊണ്ടുപോകണം. അപ്പൊ മൊത്തം നമ്മൾ എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു? 5 എണ്ണമായിട്ട് ഈ ടേബിളിനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യം 2NF ആക്കാൻ വേണ്ടി പാർഷ്യൽ ഡിപ്പെൻഡൻസി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി കളയാൻ വേണ്ടിയിട്ട് അതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഇസ് 3NF കോൺസെപ്റ്റ്. ഓക്കെ.